ഇവിടെ തന്നെ വെക്കാന്ന് വിചാരിച്ചു. ഈ ആംഗിൾ കൊള്ളാം. ഈ ആംഗിളിൽ വെക്കാനാണ്. ഈ ആംഗിളിൽ ക്യാമറ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. പുറകിൽ വേറെ കുറെ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അവിടെ ഇതും കൂടെ ഓൺ ആക്കിയ സെറ്റാ. ഗെയിമിംഗ് റൂം ഓഫായി പോവായിരുന്നു മതിയായിരുന്നു. അത് ഓൺ അതുകൂടെ അവിടെ കത്തി കളയട്ടെ. എ പോലെ ഉണ്ടെന്ന്. ഇത് എ അല്ല, ഇത് ഞാൻ ഉണ്ടാക്കിയെടുത്ത എന്റെ സ്വർഗരാജ്യം. ഗൈസ് എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. നേരിട്ട് കാണുന്ന പോലെ ഉണ്ടെന്ന്. അത് കുറച്ച് കിടിലമാണടാ. സോ ഗൈസ്, അപ്പൊ എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. എല്ലാവർക്കും വെൽക്കം. PL തുടങ്ങിയെന്നോ? എടാ അങ്ങനൊന്നും പറയല്ലേടാ. ഗൈസ് എല്ലാവർക്കും ഏ പോലെ ഏയോ എടാ, ഇതെന്റെ ഒറിജിനൽ ബാക്ക്ഗ്രൗണ്ടാ, ഇതെന്റെ ഗെയിമിംഗ് റൂമാ. ഏയാ. ഗൈസ് എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. കറണ്ട് ബില്ല്, എടാ കറണ്ട് ബില്ലൊന്നും ഇല്ല. കറണ്ട് ബില്ല് ഇവിടെ മാക്സിമം പോയ ഇപ്പൊ എനിക്ക് കറണ്ട് ബില്ല് വരുന്ന ഒരു 3000-3500 രൂപ. അതിൽ കൂടുതൽ വേറെ കറണ്ട് ബില്ലൊന്നും ഇല്ല ഇപ്പൊ കറണ്ട് ബില്ല്. അത് കുറവാണെന്നല്ല, ഇത്രയും സാധനങ്ങൾ ഓൺ ആക്കിയിട്ടിട്ട് സോളാർ ഉള്ളത് കൊണ്ടാണ് എനിക്ക് കുറയണം. മനസ്സിലായ? കൂടിപ്പോയ അത്രേ വരുള്ളൂ. പക്ഷെ എറണാകുളത്ത് എനിക്കിപ്പോ 13,000 രൂപയുണ്ട് കറണ്ട് ബില്ല്. അതാ പ്രശ്നം. ഇതിപ്പോ കണ്ണാപ്പി പൊക്കും 19 ആക്കും. ക്യാം ഏതാ? ക്യാം സോണി ZV-10 ഫേസ്. ലവ് ഫ്രം MRC. താങ്ക് യു സോ മച്ച് ബ്രോ. താങ്ക് യു. എല്ലാവർക്കും വെൽക്കം. സ്ട്രെയിൻ ഗൈസ് എല്ലാവർക്കും. T47 ഡിസ്മാൻഡിലായി. നല്ല കാര്യം, വളരെ നല്ല കാര്യം. ഹേറ്ററത്തിലൊരു ഇത്, ഞാൻ സാധാരണ ഇങ്ങനെ ഗ്യാങ് ഒക്കെ ഡിസ്മാൻഡിൽ ആവുന്ന സമയത്ത് ഞാൻ എന്തെങ്കിലും ഒരു നല്ല വാക്ക് പറയാറുള്ളതാണ്. പക്ഷെ ഈ കാര്യത്തിൽ എനിക്ക് അങ്ങനെ നല്ല വാക്കൊന്നും പറയാനില്ല. PvP വൈസ് നല്ലൊരു ഗ്യാങ്ങാ, പറയാതിരിക്കാൻ വയ്യ. പക്ഷെ അതിന്റെ ബേസ് എന്താണെന്നറിയോ? അതിന്റെ ബേസ് എന്ന് പറയണത് ഒരു പെർട്ടിക്കുലർ ആൾക്കാരോടുള്ള ഹേറ്റഡമാണ്. അത് വെച്ചിട്ട് ബിൽഡ് ചെയ്ത് ഒരെണ്ണം അധികം നാൾ മുന്നോട്ട് പോകാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എന്റെ അഭിപ്രായം. സന്തോഷമേ ഉള്ളൂ. കാരണം ഞാൻ ഇപ്പോഴും അറിയുന്നേ, എന്ന് വെച്ചാൽ ഇന്ന് ഈ ലൈവ് ഇടുന്നതിന് തൊട്ട് മുമ്പാണ് ഞാൻ അറിയുന്നത്. എനിക്ക് പേഴ്സണൽ ലൈഫിൽ വളരെ പരിചയം ഉണ്ടായിരുന്ന ഒരു പയ്യനായിരുന്നു ഈ T47 ഒരു പ്ലെയർ. അത് നമ്മളെ കിടന്ന് എല്ലാം പറയുന്നേ. ഇന്ന് ഞാൻ അവന്റെ നമ്പർ സേവ്ഡാ, മറ്റേ ലവ് സിമ്പിൾ ഒക്കെ വെച്ചിട്ട് എന്റെ ഫോണിനകത്ത് സേവ്ഡാ കേട്ടാ. ഞാനപ്പോ ഇന്ന് അവന്റെ അകത്തുനിന്ന് ഒരു മെസ്സേജ് വന്നപ്പം ഞങ്ങൾ കളിയൊക്കെ നിർത്തി ബ്രോ സോറി എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് സോറി എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചു. ഞാൻ അന്നേരമാണ് അറിയണത് എനിക്ക് പേഴ്സണൽ ലൈഫിൽ പരിചയമുള്ള ഒരു പയ്യനായിരുന്നു ഇത്രയും നാള് T47 കളിച്ചുകൊണ്ടിരുന്നതെന്ന്. അവനോടൊന്നും എനിക്ക് ഒരു ഹേറ്റും ഇല്ല. ഞങ്ങൾക്ക് ഞാനും അവനും തമ്മിൽ ഒരു പ്രശ്നമില്ല, ജീവിതത്തിൽ ഒരു പ്രശ്നമില്ല. ഞങ്ങള് അത്രയും ഇതായിട്ട് കോണ്ടാക്ട് ഒക്കെ ഉണ്ടായിരുന്ന ആൾക്കാരായിരുന്നു. ഞാനത് ഇന്ന് അവനാണ് ഇതെന്ന് അറിഞ്ഞപ്പോ ഞാൻ ഞെട്ടിപ്പോയി. ഇവരൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ മാറിയതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സത്യം പറയാലോ, എങ്ങനെ മാറിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ എനിക്ക് ഉറപ്പാണ് ഇതിന്റെ പുറകില് എപ്പാർട്ട് ഫ്രം ദ ഗെയിം ഇങ്ങനെ ഓതി കൊടുക്കാൻ ആരോ ഒരാളുണ്ട്. മനസ്സിലായ? ഈ ഹെയ്റ്റ് ഇങ്ങനെ ഇൻജെക്ട് ചെയ്യാനും ഹെയ്റ്റ് ഇങ്ങനെ ഇത് പറഞ്ഞു കൊടുക്കാനും ആരോ ഒരാളുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അതിൽ വലിയ വിഷമമൊന്നുമില്ല. അവന്മാര് പോകുന്നതാണ് നല്ലത്. പിന്നെ പിടിച്ചു നിർത്തി തല്ലൂടെ തല്ലാൻ പറ്റിയില്ല. കാരണം റീബിൽഡിന് ശേഷം നമ്മളെ തല്ലാൻ വേണ്ടി ഇതുവരെ അവന്മാര് വന്നിട്ടില്ല. നമ്മുടെ ലൈനപ്പ് ഒന്ന് സെറ്റ് ആയതിനു ശേഷം ഇതുവരെ നമ്മളുമായിട്ട് ഫൈറ്റ് എടുക്കാൻ പോലും റെഡി ആയിട്ടില്ല. അടിക്കാൻ വന്നപ്പോഴൊക്കെ നമ്മൾ സിറ്റുവേഷൻ എടുത്തപ്പോൾ തന്നെ സിറ്റുവേഷൻ ഡ്രോപ്പ് ആക്കി ഓടുകയാണ് ചെയ്തത്. അതുകൊണ്ട് ലെഗസി കണക്കൊന്നും പറയണ്ട. അത്രേ ഉള്ളൂ. എനിക്ക് വേറെ അഭിപ്രായമൊന്നുമില്ല കൈസി. സാധാരണ ഞാൻ പറയാറുള്ളതല്ല. ഞാൻ HF വരെ പൊക്കി പറഞ്ഞിട്ടുള്ളതാ. ഇവന്മാരുടെ കാര്യത്തിൽ ഞാൻ പറയൂല. ഇവന്മാരുടെ കാര്യത്തിൽ ഞാൻ പറയത്തില്ല. മനസ്സിലായോ? പിന്നെ കൈസി, എനിക്ക് വേറൊരു റിക്വസ്റ്റ് നിങ്ങളുടെ അടുത്തൊക്കെ പറയാനുള്ളതെന്ന് പറഞ്ഞു. മെയിൻ ആയിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ MRCയിലെ ജാസിക്ക് വേണ്ടിയിട്ട് നമ്മുടെ സൈഡിൽ നിന്നും ടിവിയുടെ സൈഡിൽ നിന്നൊക്കെ കുറെ ആൾക്കാർ ഡൊണേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നല്ല കാര്യമാണ്. അവന് ഭയങ്കര നീഡ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ്. നിങ്ങളെ കൊണ്ടൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവനെയൊക്കെ ഹെൽപ്പ് ചെയ്യാം. പക്ഷെ നമ്മുടെ ഓഡിയൻസിനോടാണ് ഞാൻ ഒരു കാര്യം പറയണം. നമ്മുടെ ഓഡിയൻസിനോട് എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, അവൻ നമ്മുടെ ഒരു ഓപ്പോസിറ്റ് ഗ്യാങ്ങിൽ കളിക്കുന്ന ഒരു പയ്യനാണ്. ഇനിയും നമ്മൾ തമ്മിൽ സിറ്റുവേഷൻസ് ആവും. ഇനി നമ്മൾ തമ്മിൽ അടിയാവും, വഴക്കാവും, എല്ലാം ആവും. അന്നേരം ദയവ് ചെയ്ത് അവിടെ ചെന്ന് നിന്നെ ഹെൽപ്പ് ചെയ്തല്ലേടാ, നിന്നെ അത് ചെയ്തല്ലേടാ, ഇത് ചെയ്തല്ലേ എന്ന് നമ്മുടെ ഓഡിയൻസ് പറയരുത്. കാരണം ഓപ്പോസിറ്റ് ഗ്യാങ്ങിൽ ഉള്ളിടത്തോളം കാലം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിക്കേണ്ടി വരും. അത് ഗെയിമാണ്. മനസ്സിലായ? ഗെയിമിന്റെ പുറത്ത് ഒരു ആവശ്യം വരുമ്പോൾ നമ്മളൊക്കെ ഒരുമിച്ച് നിന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഇതിനു മുമ്പ് ബുള്ളോപ്പിയുടെ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയണത്.
ദയവ് ചെയ്ത് അത് ചെയ്യരുത്. അത് ചെയ്യുന്ന കാണുമ്പോഴേ നമ്മൾ ഒരാളെ സഹായിച്ചില്ലെങ്കിലും സഹായിച്ചതിന്റെ കണക്ക് പറയരുത്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. മനസ്സിലായോ? അത് നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ ഇതിനു മുമ്പ് ബുള്ളോപ്പിയുടെ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ സൈഡിൽ നിന്നല്ല, പക്ഷെ ടിവിയിൽ നിന്ന് ഇറങ്ങിയ പ്ലേയേഴ്സ് ബുള്ളോപ്പിയുടെ സൈഡിൽ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഇതെടുത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാ, അത് ദയവ് ചെയ്ത് ചെയ്യരുത് പ്ലീസ്. ഇപ്പോഴേ പറയാ. അതൊക്കെ അതിൽ നിന്ന് ഞാൻ വേറൊരു കാര്യം, ഒരു സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഈ തള്ളയ്ക്ക് കളിക്കാനും തന്തയ്ക്ക് കളിക്കാനും ഒക്കെ ഉണ്ടാക്കിയ അക്കൗണ്ടുകളിൽ നിന്ന് MRCയുടെ കുറെ ഓഡിയൻസ് എനിക്ക് താങ്ക് യു പറഞ്ഞ് മെസ്സേജ് അയച്ചു. പക്ഷെ ഞാൻ അതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല. കാരണം നാളെ സിറ്റുവേഷൻ വിട്ടുമ്പോൾ വീണ്ടും അവന്മാർ കൊട്ടയെന്ന് വിളിക്കും. അതെനിക്ക് അറിയാം. ഞാൻ അത് വിളിക്കുമെന്ന് പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ അങ്ങനെ വന്ന് പറയുമെന്നല്ല ഞാൻ പറഞ്ഞേ. എന്താ, ഒരു ചില ആൾക്കാർക്ക് കാര്യം മനസ്സിലാവും, ചില ആൾക്കാർക്ക് അത് ഇപ്പോഴും ഗെയിമാന്നുള്ളത് തലയിലോട്ട് എടുക്കാൻ പറ്റത്തില്ല. അതാണ് പ്രശ്നം. അതുകൊണ്ട് എനിവേ എന്തായാലും നല്ല മെസ്സേജുകളൊക്കെ അയച്ച എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. ആൻഡ് പറ്റുമെങ്കിൽ ഗൈസ് നിങ്ങൾ ജാസിയുടെ കാര്യത്തിൽ അവനെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക. അവൻ ഈ പറയണത് പോലെ അവന് വേണ്ടി ഇതിനു മുമ്പും നമ്മള് FFKYC ഉണ്ടായിരുന്ന സമയത്താണെന്ന് തോന്നുന്നല്ലേ, FFKYC സമയത്തായിരുന്നെങ്കിൽ പോലും നമ്മൾ അവനെ കുറച്ച് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ അതിന്റെ അവനിപ്പോ വീണ്ടും അവന്റെ കരിയറും ബാക്കിയെല്ലാം മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു സമയമായി. അപ്പം നിങ്ങളെ കൊണ്ടൊക്കെ എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമെങ്കിൽ ഡു ഹെൽപ്പ് ഹിം. നമ്മുടെ സൈഡിൽ നിന്ന് നമുക്ക് ചെയ്യാതെ കൊടുക്കാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇനി അവൻ അങ്ങനെ ഒരു അർജന്റ് റിക്വയർമെന്റ് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ചാരിറ്റി സ്ട്രീമോ അങ്ങനെ എന്തെങ്കിലും ഇതാക്കാം. ബാലന്റെ സ്ലോട്ടിന്റെ കാര്യം ഒരു തീരുമാനത്തിൽ എത്തിക്കുന്നതേ ഉള്ളൂ ഗൈസ്. ഒരു സെക്കൻഡ്, ഞാൻ കറന്റ് ഇപ്പൊ ആരെ മാറ്റും എന്നുള്ളൊരു കാര്യമാണ് ഇപ്പം ഇതാക്കുന്നത്. ഇന്ന് എത്ര മണി വരെ ഉണ്ട് ഗൈസ്? ഇന്ന് എത്ര മണി വരെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും? ഇന്ന് എത്ര മണി വരെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയുമോ? 12 മണി വരെയാണല്ലേ? ഇന്ന് 12 മണി വരെ ഉള്ളു. നാളെ വരെ ഇല്ലേ? ജസ്റ്റ് ചാറ്റിംഗ് മാറ്റി കളയുന്നു. ജസ്റ്റ് ചാറ്റിംഗ് ആണോ കിടക്കുന്നത്? ജസ്റ്റ് ചാറ്റിംഗ് ആണോ കിടക്കുന്നത്? വെയിറ്റ് ചെയ്യാൻ മാറ്റാൻ പറ്റില്ല. GTA 5 മാറ്റി. കറന്റ്ലി ഇപ്പൊ ആരാ ഈ സ്ലോട്ടറുള്ള ആരാണ് ഇനാക്റ്റീവ്, സ്ലോട്ടറുള്ള ആരാ ഇതൊന്നും എനിക്കിപ്പോ അറിയത്തില്ല. അതാണ് പ്രശ്നം. ആരെയാണ് മാറ്റിയിടുന്നത് എന്ന് ഞാൻ ആലോചിക്കണത്. ആരാ വരാത്തത് നിങ്ങളുടെ കൂട്ടത്തിൽ? ആരാ? ജോക്കിയൊക്കെ എല്ലാ ദിവസവും വരുന്നില്ലടാ. ജോക്കിയൊക്കെ എങ്ങനെ മാറ്റണം? ഞാൻ ഒന്ന് ചെക്ക് ചെയ്തോടെ. മുച്ചിരി ഉണ്ട്. ഞാൻ ചോദിച്ചു നോക്കട്ടെ. ഞാൻ ചോദിച്ചു നോക്കിയിട്ട് ഞാൻ മാറ്റാം. സോ ഗൈസ്, അപ്പം നമുക്ക് സിറ്റിയിലോട്ട് കേറാം. ഞാന് ഇനി എന്റെ ലൈവ് അബദ്ധത്തിൽ ഓഫായി പോവുകയാണെന്നുണ്ടെങ്കിൽ ഗൈസ് നിങ്ങൾ വിചാരിച്ചോണം, എന്റെ ലൈവ് ഓഫായി പോകണമെന്ന് വിചാരിച്ചോണം എന്റെ PC ബ്ലൂ സ്ക്രീൻ അടിച്ചെന്നാണ്. മനസ്സിലായ? അതാണ് ഈ PCയുടെ അവസ്ഥ. ചില 5M എടുക്കുമ്പോൾ മോസ്റ്റ്ലി സംഭവിക്കാറുള്ള ഒരു പ്രശ്നം അതാണ്. നാളെ കൊച്ചിയിലോട്ട് പോകണം. എന്റെ പുതിയ PC പോയി മേടിച്ചതും ഇല്ല. ഇത് തിരിച്ചു കൊടുക്കേണ്ട PC ആണ് ഇത്. ഞാൻ പറഞ്ഞില്ലേ, MS-30ലെ വോൾഫിയുടെ PC ഇത്. വോൾഫി ഇതിന്റെ PC കൊണ്ടുപോയി ശരിയാക്കി കേട്ടോ. ഇത് കത്തിപ്പോയത്. പാവം മുച്ചെറിയുന്നു ബ്രോ. അങ്ങനെ ഞാൻ നിങ്ങളുടെ അടുത്തൊക്കെ പറയട്ടെ, ഇതിനകത്ത് ആരാ ഭയങ്കരൻ? നിങ്ങൾ എല്ലാരും ഒന്ന് പറഞ്ഞേ, എനിക്ക് ജസ്റ്റ് അറിയാൻ വേണ്ടിട്ടാ. ഒരാളെ സ്ലോട്ട് മാറ്റിയിടാൻ ഇതിനകത്ത് ആരാണ് ഭയങ്കരൻ? ഇപ്പൊ ബാലനെ കയറ്റാതിരുന്ന ബാലൻ പാവമല്ലേ? അപ്പം ബാലൻ കള്ളനാണോ? ബാലൻ കൊലപാതക കുറ്റത്തിന് അകത്ത് പോയ ആളാണോ? ഷേടേ, ഇത് എന്തൊരു കഷ്ടം എന്ന് പറയണേ. ഇത് ഇങ്ങനെ നമ്മൾ ഈ സാധനത്തിൽ നമ്മൾ കുറച്ച് സാക്രിഫൈസ് ചെയ്തേ പറ്റുള്ളൂ. വേറെ ഒന്നും ചെയ്യാനില്ല. മനസ്സിലായ? വേറെ ലിറ്ററലി ഒന്നും ചെയ്യാനില്ല. ഇതിനകത്ത് കുറച്ച് സാക്രിഫൈസ് ചെയ്ത്
ഓരോ ആൾക്കാരെ മാറ്റി മാറ്റി ഇടുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് മാത്രമേ നടക്കത്തുള്ളൂ. വേറെ ഒന്നും നടക്കൂല. എണ്ണ ഇറങ്ങി. എനിക്ക് ഞാൻ ഇറങ്ങുന്നില്ല ബ്രോ എന്തായാലും. ഞാൻ ഞാൻ അങ്ങനെ എന്നെ മാറ്റിയിട്ടിട്ട് എനിക്ക് ഇതാക്കണ്ട. ഗൈസ് അപ്പൊ എല്ലാവർക്കും വെൽക്കം സ്ട്രീം. എല്ലാവർക്കും വെൽക്കം ഗൈസ്. എല്ലാവർക്കും വെൽക്കം. ഡോർക്കി കൊടുക്കും. ഞാൻ ചോദിച്ചു നോക്കട്ടെ. ഏഹ്, ഓ ഓ ഓ ഓ ഓ ഇതെങ്ങനെയായിരുന്നു ബ്ലെൻഡിങ് മോഡില്? ഓ അത് ലൂപ്പ് ആഡ് ചെയ്യാത്തോണ്ടാന്ന് തോന്നുന്നു. ഗൈസ് ഒരു സെക്കൻഡ്. ബ്ലെൻഡിങ് മോഡില് സ്ക്രീനാണോ? അത് അവിടെ വെച്ചിരുന്ന കാണില്ല. ഇവിടെ വെച്ചിരുന്ന കറക്റ്റ് അല്ലേ? ഇത് സ്ക്രീൻ അല്ലെന്ന് തോന്നുന്നു കേട്ടാ. സ്ക്രീൻ അല്ല. ബ്ലെൻഡിങ് മോഡ് എഡിറ്റ്. അയ്യോ സബ്സ്ട്രാക്ട് അല്ല. ബ്ലെൻഡിങ് മോഡ് സ്ക്രീൻ ആണോ?